സ്പോർട്സ് ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL മാച്ച് നമ്പർ 27-ൽ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന ഉജ്ജ്വല മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചെന്നൈയുടെ കൂറ്റൻ സ്കോറിനെ പൊളാർഡിൻ്റെ പവർ ഷോയിലൂടെ മറുപടി കൊടുത്ത മുംബൈ അവസാന പന്തിലാണ് രാജകീയ വിജയം സ്വന്തമാക്കിയത്. കൂറ്റൻ സ്കോർ നേടിയിട്ടും ഫീൽഡിങ്ങിലെ പിടിപ്പുകേടാണ് ചെന്നൈക്ക് വിനയായത്. ടോസ് നേടിയ മുംബൈ ബൗളിംഗാണ് തിരഞ്ഞെടുത്തത്. ജെയിംസ് നീഷവും ധവാൽ കുൽക്കർണിയും മുംബൈ ടീമിലെത്തിയപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ച അതേ ടീമിനെ ചെന്നൈ നിലനിർത്തി. 4-ാം പന്തിൽ തന്നെ ഓപ്പണർ ഗെയ്ക്വാദിനെ ചെന്നൈക്ക് നഷ്ടമായി. ബോൾട്ടിനായിരുന്നു വിക്കറ്റ്. തുടർന്നെത്തിയ മൊയിൻ അലി വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 2-ാം വിക്കറ്റിൽ ഡുപ്ലിസിയുമായി ചേർന്ന് 108 റൺസിൻ്റെ കൂട്ടുകെട്ട് അലി ഉണ്ടാക്കി. 11-ാം ഓവറിൽ ബുംറയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് കൊടുത്ത് അലി മടങ്ങുമ്പോൾ 36 പന്തിൽ നിന്നും 5 4-ഉം 5 6-ഉം ഉൾപ്പെടെ 58 റൺസ് നേടിയിരുന്നു. പിന്നീട് അടുത്ത ഓവറിൽ ഡുപ്ലിസിയുടെ വിക്കറ്റ് ചെന്നൈക്ക് നഷ്ടമായി. പൊളാർഡിൻ്റെ പന്തിൽ ബുംറ ക്യാച്ച് എടുക്കുകയായിരുന്നു. 28 പന്തിൽ നിന്നും 2 4-ഉം 4 6-ഉം ഉൾപ്പെടെ 50 റൺസ് ഡുപ്ലിസിസ് നേടിയിരുന്നു. എന്നാൽ ചെന്നൈയെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത പന്തിൽ 2 റൺസ് എടുത്ത റെയ്ന പുറത്തായി. പിന്നീട് ഒത്തുചേർന്ന റായിഡു ജഡേജ സഖ്യം ചെന്നൈയെ വമ്പൻ സ്കോറിലേക്ക് നയിച്ചു. 14 ഓവറിൽ 126-ന് 4 എന്ന സ്കോറിൽ നിന്നും കൂറ്റൻ അടികളിലൂടെ ഈ സഖ്യം 20 ഓവർ കഴിയുമ്പോൾ 218-ന് 4 എന്ന വമ്പൻ സ്കോറിലെത്തി. ഇതിനിടയിൽ 20 പന്തിൽ നിന്നും അമ്പാട്ടി റായിഡു 50 അടിച്ചിരുന്നു. ബുംറയുടെ 17-ാം ഓവറിൽ നിന്നും 21 റൺസാണ് ഈ സഖ്യം അടിച്ചു കൂട്ടിയത്. 4 ഓവറിൽ 56 റൺസ് വഴങ്ങിയ ബുംറയുടെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട IPL റെക്കോർഡാണിത്. ചെന്നൈ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 27 പന്തിൽ നിന്നും 4 4-ഉം 7 6-ഉം ഉൾപ്പെടെ 72 റൺസുമായി റായിഡുവും 22 പന്തിൽ നിന്ന് 22 റൺസോടെ ജഡേജയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് വേണ്ടി ഡീകോക്ക് ആദ്യ ബോളിൽ തന്നെ ബൗണ്ടറിയോടെയാണ് ആരംഭിച്ചത്. 1-ാം വിക്കറ്റിൽ തന്നെ 71 റൺസ് രോഹിത് ഡീകോക്ക് സഖ്യം നേടി. താക്കൂറിൻ്റെ ബോളിൽ ഗെയ്ക്വാദ് പിടിച്ച് പുറത്താവുമ്പോൾ രോഹിത് 35 റൺസ് നേടിയിരുന്നു. 24 പന്തിൽ നിന്നും 4 4-ഉം 1 6-ഉം ഉൾപ്പെട്ട ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. തുടർന്നെത്തിയ സൂര്യകുമാർ യാദവ് 3 റൺസ് എടുത്ത് ജഡേജയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങി. പിന്നീട് 10-ാം ഓവറിൽ 38 റൺസ് എടുത്ത ഡീകോക്കിനെയും മുംബൈക്ക് നഷ്ടമായി. 10 ഓവറിൽ 81-ന് 3 എന്നതായിരുന്നു മുംബൈയുടെ സ്കോർ. അവസാന 8 ഓവറിൽ 125 റൺസ് വേണ്ടിയിരുന്ന മുംബൈക്കായി ജഡേജയുടെ 13-ാം ഓവറിൽ 3 6 ഉൾപ്പെടെ 20 റൺസ് പൊളാർഡ് അടിച്ചുകൂട്ടി. 15-ാം ഓവറിൽ 23 റൺസാണ് താക്കൂർ വഴങ്ങിയത്. കൂറ്റൻ അടികളിലൂടെ ചെന്നൈ ബൗളിങ്ങിനെ അടിച്ചു തകർത്ത് മുന്നേറിയ പൊളാർഡ് വെറും 17 പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 17-ാം ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് സാം കറൻ കൃണാൽ പാണ്ഡ്യയെ പുറത്താക്കി. പിന്നീട് 18-ാം ഓവറിൽ 70 റൺസ് എടുത്തിരുന്ന പൊളാർഡിനെ ഡുപ്ലിസിസ് വിട്ടുകളഞ്ഞു. മത്സരം ചെന്നൈയുടെ കയ്യിൽ നിന്നും പോയ നിമിഷം എന്ന് തന്നെ പറയാം ആ ക്യാച്ച് മിസ്സിംഗ്. പിന്നീട് 12 ബോളിൽ 31 റൺസ് ജയിക്കാൻ ആവശ്യമായിരിക്കെ 19-ാം ഓവർ എറിയാനെത്തിയ സാം കറനെ ആദ്യ 2 ബോളിലും സിക്സറോടെയാണ് ഹാർദിക് പാണ്ഡ്യ വരവേറ്റത്. എന്നാൽ 4-ാം ബോളിൽ പാണ്ഡ്യയെ സാം പുറത്താക്കി. തുടർന്ന് 6-ാമത്തെ പന്തിൽ നിഷാമും 0-ന് പുറത്തായി. അവസാന ഓവറിൽ 16 റൺസ് വേണ്ടിയിരിക്കെ പന്തെറിയാനെത്തിയ എൻഗഡിയുടെ ആദ്യ പന്തിൽ റൺസ് നേടാൻ പൊളാർഡിന് കഴിഞ്ഞില്ല. 2ഉം 3ഉം പന്തുകളിൽ ബൗണ്ടറി അടിച്ച പൊളാർഡ് വിജയലക്ഷ്യം 3 പന്തിൽ 8 ആക്കി ചുരുക്കി. 4-ാം പന്ത് ഡോട്ട് ബോൾ. 5-ാം പന്തിൽ വീണ്ടും ഫുൾ ടോസ് എറിഞ്ഞ എൻഗഡിയെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സർ പറത്തി. ഒരു പന്തിൽ ജയിക്കാൻ 2 റൺസ് വേണ്ടപ്പോൾ കൃത്യമായി യോർക്കർ ലെങ്തിൽ ബോൾ എറിഞ്ഞെങ്കിലും 2 റൺസ് പൊളാർഡ് ഓടിയെടുത്ത് മുംബൈക്ക് 4 വിക്കറ്റിൻ്റെ അവിശ്വസനീയ വിജയം സമ്മാനിച്ചു. അവസാന 10 ഓവറിൽ 138 റൺസാണ് മുംബൈ അടിച്ചുകൂട്ടിയത്. പൊളാർഡിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഈ അവിശ്വസനീയ വിജയം മുംബൈക്കായി സമ്മാനിച്ചത്. നിർണായക സമയങ്ങളിൽ ക്യാച്ചുകൾ വിട്ടുകളഞ്ഞത് ചെന്നൈക്ക് തിരിച്ചടിയായി. മത്സരം അവസാനിക്കുമ്പോൾ 34 പന്തിൽ നിന്നും 6 4-ഉം 8 6-ഉം ഉൾപ്പെടെ 87 റൺസോടെ പൊളാർഡ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഈ വിജയത്തോടെ 8 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 4-ാമതാണ് മുംബൈ. 10 പോയിന്റുമായി ചെന്നൈയാണ് 1-ാമത്. അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച പൊളാർഡാണ് മാൻ ഓഫ് ദി മാച്ച്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.